ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും. അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ്. അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും. ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ്. കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അവർക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല. എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരികളുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പൊ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ അവരെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. നമസ്കാരം. ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ടും ഹാരിസ് ഇന്നും ചിലത് പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നിട്ടും എന്തോ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവർ, അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് ഹാരിസ് പറയുന്നു. മെഡിക്കൽ ഉപകരണം കാണാതെ പോയെന്നാരോപിച്ച് കുടുക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങളോടും ചിലത് ഹാരിസ് പറഞ്ഞു. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ സാധാരണക്കാർക്ക് വേണ്ടി ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വലിയ വിലയായി മാത്രമേ ആ വാക്കുകൾ കാണാൻ കഴിയൂ. രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഹാരിസിന്റെ വാക്കുകൾ കാരണമായെന്ന് ആദ്യം വിമർശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിന്നീട് വേട്ടയാടലും കള്ളക്കഥമെനയലും വരെ നടന്നു. ഇന്ന് വീണ്ടും മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിന്റെ മികവാർന്ന ആരോഗ്യരംഗത്തെ താറടിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി ചിലർ കഥകൾ മെനയുന്നുവെന്ന്. അന്താരാഷ്ട്ര ഭീമന്മാർ ചിലരെ വിലക്കെടുക്കുന്നുവെന്ന്. ആരെയാണ് വിലക്കെടുത്തത്? വാർത്താസമ്മേളനം നിയന്ത്രിച്ച ഡോക്ടർക്ക് DME ആയി സ്ഥിരം നിയമനം കിട്ടുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞവർ വേട്ടയാടപ്പെടുന്നു. സത്യം പറഞ്ഞവരെ പിന്തുടർന്ന് വേട്ടയാടുന്നതാണോ നമ്മുടെ സിസ്റ്റം? സ്വാഗതം. ഈ വിഷയത്തിൽ എനിക്കൊപ്പം ശ്രീ M ജയചന്ദ്രൻ, CPM സഹയാത്രികൻ, ഡോക്ടർ അബ്ദുൾ ബാസിദ് KGM-CTA പ്രതിനിധിയായിരുന്നു. അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ്. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് പ്രതിനിധി, ഒപ്പം ശ്രീ കൃഷ്ണദാസ്, BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, ഇന്നലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഒപ്പം നിന്നവർക്ക് ചില അംഗീകാരങ്ങൾ കൊടുക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അത് DME ആയി ഡോക്ടർ വിശ്വനാഥന് സ്ഥിരം നിയമനം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു ചിലരെ വിലക്കെടുത്തിരിക്കുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പറയുന്നു ചിലർ അജണ്ടയോടുകൂടി ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. ആരെ ഉദ്ദേശിച്ചാണ്, ആരാണ് ആസൂത്രിതമായി കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർക്കാനുള്ള ഈ ശ്രമം നടത്തുന്നത്? അല്ല, ഇത് ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചുരുക്കാം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളടക്കത്തിൽ ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നം മാത്രമല്ല ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും അത് ഇതിന്റെ അകത്തൊരു പോർഷനാണ്. അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോ ഈ മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂർ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇടപെടുന്ന പ്രശ്നം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ തന്നെ അന്താരാഷ്ട്ര ഭീമന്മാർ ഇടപെടുന്നതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരു 3-4 ദിവസം മുമ്പാണ്, 3 ദിവസമായിട്ടുള്ളൂ, ഒരു പത്രത്തിന്റെ എഡിറ്റ് പേജിൽ തന്നെ വിശദമായ ലേഖനം അത് സംബന്ധിച്ച് എഴുതിയിട്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് വരാം ആവശ്യമുണ്ടെങ്കിൽ. ഈ പ്രശ്നത്തില് ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നത്തില് നിഷ്പക്ഷമതികൾ എന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നവരാണല്ലോ അന്വേഷണ കമ്മീഷനായിട്ട് വന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെ ഉള്ളവരാണല്ലോ അതിന്റെ അന്വേഷണ കമ്മീഷനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമിക്കപ്പെട്ടത്, അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് നൽകിയതും. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണല്ലോ ഡോക്ടർ ഹാരിസിന്റെ ഇഷ്യൂവിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് സർക്കാരിന് തോന്നിപ്പിച്ചതിൽ നിശ്ചയമായും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഒക്കെ പങ്കുണ്ട്. ആ പങ്ക് പറഞ്ഞു തന്നെ പോകണം, അംഗീകരിച്ച് തന്നെ പോവുകയും വേണം. ഞാനും ആ നിലപാടുള്ള ആളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സിനെ ചുമതലപ്പെടുത്തുന്നു.
അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റലായിട്ട് സ്വാഭാവികമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ അത് മാധ്യമങ്ങൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരെ വീണ്ടും അച്ചടക്ക നടപടി ആണ് എന്നുള്ള നിലയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ ഇഷ്യൂസ് എങ്ങനെ സെറ്റിൽ ചെയ്യാം, അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയത് അതല്ലല്ലോ. റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയതിനെയാണ്, കള്ളനാക്കാൻ ശ്രമിച്ചതിനെയാണ് മാധ്യമങ്ങൾ വിവാദമാക്കിയത്. അല്ല, മാധ്യമങ്ങൾ വിവാദമാക്കിയതിനകത്ത് എനിക്ക് വിയോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് മാത്രമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ശക്തിയായി വിയോജിക്കും. മാധ്യമങ്ങൾ എത്രയോ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ? ആ കാര്യങ്ങളുടെ ശരിതെറ്റുകളിലേക്ക് കടക്കാനാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. അതല്ല ഹാരിസ് ഇഷ്യൂ മാത്രമാണ് താങ്കളുടെ ചർച്ചാ വിഷയമെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. ഏതിനും ഞാൻ തയ്യാറാണ്. എനിക്ക് തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അതിനകത്ത് അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. ഇഷ്യൂസിനൊക്കെ അതിന്റെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട്. കാരണം പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അതിന്റെ സ്ഥിതി എങ്ങനെയാണ്, ഇത് ആഗോളതലത്തിൽ എങ്ങനെയാണ്, അത് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അറിയാത്ത ആൾക്കാരല്ല നമ്മൾ ആരും. കോവിഡ് കാലത്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രി എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹാരിസിന്റെ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള ചില ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടെന്നേ, ചില വീഴ്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും മറച്ചു വെക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്നെപ്പോലുള്ള ആൾക്കാർ എവിടെ ഏത് ചാനൽ ചർച്ച ചെയ്താലും ഞാനത് പറയാറുമുണ്ട്. അതിനകത്ത് അത് പറയുന്നത് എന്താണ് തെറ്റ്? അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ പറയുമ്പോഴാണ് തെറ്റ് തിരുത്തി പോകാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് മാത്രം ശരിയാണെന്നും ബാക്കിയുള്ള എല്ലാവരും മുഴുവൻ തെറ്റാണ് എന്നുള്ള സമീകരണത്തിനോട് യാതൊരു യോജിപ്പുമില്ല. തെറ്റുകളും ശരികളും ആപേക്ഷികമാണ്. അത് ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ, ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് വളരെ താല്പര്യമുള്ള, വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അടുപ്പമുള്ള അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആ നിലപാടുകൾ ശരിയായിരുന്നെന്നും എന്നാൽ ഒരു വ്യവസ്ഥയിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായ വ്യക്തി ഇങ്ങനെയാണോ ഇടപെടേണ്ടത് എന്നുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെയാണ് ഒരു വിഭാഗം ആൾക്കാർ ഉന്നയിച്ചത്. മറുവിഭാഗം അങ്ങനെ പറയാനേ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്ത മറുവിഭാഗവുമുണ്ട്. ഞാൻ ഈ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന് അന്നും പറയുന്നില്ല, ഇന്നും പറയില്ല, നാളെയും പറയില്ല. അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളും കഴമ്പുള്ള കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണ് അത് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നിർബന്ധിതനായത് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിലും ശരികളുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് എന്നുള്ള തർക്കം അപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് ഡോക്ടർമാർ റിപ്പോർട്ടിലും പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ പ്രായോഗികമായി ശരികൾ ഉണ്ടെങ്കിലും അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? ആ റിപ്പോർട്ടും ചോദിക്കുന്നത് അങ്ങനെയാണ്. അതാണല്ലോ ഒരു നടപടിക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയത്. എം ജയചന്ദ്രൻ, അദ്ദേഹം പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നത് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശുദ്ധമായിരുന്നു എന്നത് നമുക്ക് വ്യക്തതയുള്ളതാണ്. നല്ല ഡോക്ടർ എന്ന ആരോഗ്യമന്ത്രി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. എന്നാണ് അതിന് പിന്നെ മാറ്റം വന്നത് എന്നതും താങ്കൾക്ക് അറിയാമല്ലോ. മുഖ്യമന്ത്രിയാണ് ആദ്യം ഇത് ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചു, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാൻ വഴിവെച്ചു എന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അതിനുശേഷമാണ് CPM നേതാക്കൾ, മന്ത്രിമാരെല്ലാം വളഞ്ഞിട്ടുള്ള ആക്രമണം തുടങ്ങിയത്. അതിനുശേഷമാണ് തെറ്റുകാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അതിനുശേഷമാണ് വിവാദമായ ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത്. അതിനെല്ലാം ശേഷം മാധ്യമങ്ങളുടെ വിമർശനം, പൊതുജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ബോധ്യമായപ്പോൾ അതൊരു സമവായത്തിലെത്തിയതാണ്. അതിനുശേഷവും പിന്നീട് ഇതുപോലെ അന്താരാഷ്ട്ര ഭീമന്മാരുടെ അവർ വിലക്കെടുത്ത ആളായി ചിത്രീകരിക്കുന്നത് ആരെയാണ്? മുഖ്യമന്ത്രി. താങ്കൾ തന്നെ അറിയാതെയാണെങ്കിൽ ആ വസ്തുത പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഹാരിസിനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഇടയാക്കിയത്, അല്ലെങ്കിൽ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമണം തുടങ്ങിയത് മുഖ്യമന്ത്രി അങ്ങനെ വിമർശിച്ചതിന് ശേഷമാണ്. അതെ, മുഖ്യമന്ത്രി അദ്ദേഹം തെറ്റുകാരനാണോ തെറ്റ് ചെയ്തു എന്നുള്ള പറഞ്ഞ
തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തു എന്നോ തെറ്റുകാരനാണ് എന്നോ അല്ല പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തന്നെ അറിയാതെ പറഞ്ഞതാണ്. അറിയാതെയല്ല, അദ്ദേഹം പറഞ്ഞത് എന്താണോ അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് മറ്റുള്ളവർ വളഞ്ഞിട്ടാക്രമണം തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് രണ്ട് പദങ്ങളുടെ പ്രശ്നമുള്ളൂ, മനസ്സിലാക്കേണ്ട പ്രശ്നം. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ താങ്കൾ പറയുന്നത് താങ്കൾ ന്യായവും ശരിയാണ്. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് രണ്ട് പദങ്ങളും രണ്ട് അർത്ഥവുമാണെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയല്ല. അതുള്ളതിനകത്ത് പിന്നെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താങ്കൾ തന്നെയല്ലേ ഇത് പറയുന്നത്. തെറ്റെന്ന് പറയുന്നതും തെറ്റിദ്ധാരണ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ എങ്കിൽ താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ്. അതുള്ളതിനകത്ത് കാര്യം. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. തെറ്റെന്ന് പറയുന്നതും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒന്നാണോ എന്നുള്ളത്. മുഖ്യമന്ത്രി പറയുന്നത് തെറ്റിദ്ധാരണ എന്നാണ്, തെറ്റെന്നല്ല. അതാണ് ഞാൻ തിരുത്താൻ ശ്രമിച്ചത്, അത്രേ ഉള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞ ആഗോള ഭീമന്മാരുടെ കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് ആർക്കും പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കാൻ കഴിയുന്ന, അനായാസം പഠിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ അത് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, അത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റലായിട്ടുള്ള പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത് ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഒരു ലേഖനത്തിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞത്. അവിടെ ഈ US, സ്വീഡനിലെ, പിന്നെ സിംഗപ്പൂരിലെ ഒക്കെയുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാർ, വേൾഡ് ലീഡേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാർ ഇന്ത്യയുടെ, കേരളത്തിന്റെ മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ പിന്നെ ഈ സ്വകാര്യ ആശുപത്രി രംഗത്തേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത് 2023 മുതലാണ്. 2023 ആദ്യം പിന്നെ വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ US ഏറ്റവും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഭീമനാണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാരിൽ ലോക നമ്പർ 1 ആണ് ബ്ലാക്ക് സ്റ്റോൺ. ആ ബ്ലാക്ക് സ്റ്റോൺ വരുന്നത് 23-ലാണ്. 23-ൽ വന്നിട്ട് കെയർ ഹോസ്പിറ്റൽസ് ആന്ധ്രയിലുള്ള അവരുമായിട്ട് ചേർന്ന് ഒരു ടൈപ്പ് ഉണ്ടാക്കി, അത് അലയൻസ് ആയിട്ട് വന്ന് പിന്നീട് അത് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നു. KKR ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറെ US തന്നെ വേറൊരു വമ്പൻ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ബേബി മെമ്മോറിയൽ കോഴിക്കോട് ഏറ്റെടുക്കുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല ഹോസ്പിറ്റലുകളും ഇവരെ ഏറ്റെടുത്ത ചരിത്രമുണ്ട്. ഏറ്റവും ഒടുവിൽ എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ആ സംവിധാനം അവർ ഏറ്റെടുത്തു. അങ്ങനെ വമ്പന്മാരാണ് ഈ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കുന്നത്. അത് വമ്പന്മാർ എന്ന അക്ഷരാർത്ഥത്തിൽ പിന്നെ വമ്പന്മാർ തന്നെയാണ്. അതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്, നിഷ്തർക്കമായ കാര്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ നേട്ടം ഉണ്ടാക്കിയതൊക്കെ സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ്. അത് പൊതുമേഖലയിലുള്ള ആശുപത്രികളുടെ മാത്രം മേന്മയല്ല. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ അത്രമാത്രം ശക്തമാണ്. മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതൊക്കെയും നമ്മുടെ ആരോഗ്യ മേഖല രാജ്യത്ത് നമ്പർ വൺ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ നിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യ മേഖല അല്ലെ പ്രൈവറ്റ് മേഖലകളിൽ അങ്ങനെയൊക്കെ നടന്നോട്ടെ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് ഉപകരണം ഇല്ലാതാവേണ്ട കാര്യമില്ലല്ലോ, ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടുന്ന കാര്യമില്ലല്ലോ, അതൊരു ഡോക്ടർക്ക് വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമില്ലല്ലോ. സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ആ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ആവർത്തിക്കപ്പെട്ടപ്പോഴല്ലേ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ താങ്കളോട്, അതൊന്നും വിചാരിക്കരുത് കേട്ടോ. അതെന്ത് ഇരട്ടത്താപ്പാണ് താങ്കൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? താങ്കൾ തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രി പിന്നെ വമ്പന്മാര് കടന്നു വരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു എന്നുള്ളത്. ആ കാര്യമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പറയുകയാണ് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ അങ്ങനെയൊക്കെ വരും, അതിനെന്താണ് പ്രശ്നം, നിങ്ങൾ വീണ്ടും ഹാരിസിന്റെ കാര്യം പറയൂ എന്നാണ് അടുത്ത കാര്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. വമ്പന്മാർ വരുന്നതിനെ കുറിച്ചല്ലല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അവർ ചിലരെ വിലക്കെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ചിലരെ വിലക്കെടുക്കുന്നത് ആരെയാണ് ചിലരെ വിലക്കെടുക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. എനിക്ക് ഒരു കാര്യം താങ്കൾ ചോദിച്ചാൽ ആ ചോദ്യം പിന്നെ എനിക്ക് പറയാനുള്ള മറുപടി കേൾക്കാനുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ. കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖലയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇവിടെ താല്പര്യമുള്ളവർക്ക്. കേരളത്തിൽ പിന്നെ ഏറ്റവും പുതിയ കണക്കുകൾ, കഴിഞ്ഞ വർഷത്തെയാണ് ഏറ്റവും അവസാനത്തെ കണക്കുകളുള്ളത്, കഴിഞ്ഞ വർഷം നവംബറിൽ വന്നിട്ടുള്ള കണക്കുകൾ. ആ കണക്കുകൾ പ്രകാരം നമ്മുടെ പിന്നെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഔട്ട് പേഷ്യൻസിൽ 62% ആൾക്കാരും പോകുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. 62% ആൾക്കാർ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ പോകുന്നത്, കിടത്തി ചികിത്സ വേണ്ടാത്തവർ പോകുന്നത് പിന്നെ സർക്കാർ ആശുപത്രികളാണ്. അതേസമയം
കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് 38% ഉള്ളൂ. അതാണ് കണക്ക്. അപ്പൊ ആ ബാക്കി പോകുന്നത് എവിടെയാണ്? കിടത്തി ചികിത്സ നേടുന്നവർ മുഴുവനും പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണ്. അത് കേരളത്തിന്റെ ഹെൽത്ത് കെയർ പൊതുജനാരോഗ്യ രംഗത്തുള്ള പിന്നെ തെളിയിക്കപ്പെട്ട കണക്കുകളാണത്. ആ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ ലളിതമായ മലയാള അർത്ഥം എന്താണ്? കൂടുതൽ ആൾക്കാർ, കിടത്തി ചികിത്സ വേണ്ടാത്ത കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഇപ്പോഴും നമ്മുടെ പിന്നെ സർക്കാർ ആശുപത്രികൾ എന്നുള്ളതാണ് അതിന്റെ ലളിത മലയാളം ആയിട്ട് നമുക്ക് പറയാവുന്നത്. ചർച്ചയിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. കിടത്തി ചികിത്സ ആവശ്യമുള്ളവർ കൂടുതലും പ്രൈവറ്റ് ആശുപത്രികളിലേക്കും, കിടത്തി ചികിത്സ ആവശ്യമില്ലാത്തവർ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളിലേക്കും പോകുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിലെ കാണുന്ന പ്രവണത. അതാണ് ഈ 38 എന്നുള്ളത് നേരത്തെ 62 എന്നുള്ളതൊക്കെ നേരത്തെ തിരിച്ചായിരുന്നു കേട്ടോ. സോറി, തിരിച്ചല്ല, വളരെ കൂടുതലായിരുന്നു. പിന്നെ ഈ സ്വകാര്യ മേഖലയിൽ OP രംഗത്ത്, സ്വകാര്യ മേഖലയ്ക്ക് OP രംഗത്തും IT രംഗത്തും ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും സ്വകാര്യ മേഖല ഏതാണ്ട് തത്തുല്യമായിരുന്നു ഒരു 15 വർഷം മുമ്പ് വരെ. പിന്നീടാണത് മാറിയിട്ട് ഇപ്പൊ ഈ നിലയിലേക്ക് OP മാത്രം ഏറ്റവും കൂടുതൽ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്നു, IP മാത്രം ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികളിലും കിട്ടുന്നു. ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന്റെ പൊതുവായ പ്രവണതയാണ്. ആ പ്രവണത നിലനിൽക്കുകയാണ്. ഇതിപ്പോ വർദ്ധിക്കുകയാണ് വേറൊരു രൂപത്തിൽ. അപ്പോഴാണ് കണ്ണൂർ പോലുള്ള ഒരു പ്രദേശത്ത്, കണ്ണൂർ ജില്ലയിലെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെ പ്രത്യേക ബ്ലോക്ക് തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് 3000 പേരാണ് അവിടെ ദിവസം വരുന്ന. ആ കണക്കൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ 1 മിനിറ്റിൽ 500 കിലോ ഓക്സിജൻ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി. ഹാർട്ട് പേഷ്യൻസിനുള്ള പിന്നെ എന്താണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കരോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഇതൊക്കെ അവിടെ സാധ്യമാകുന്ന 61 കോടി രൂപ സർക്കാർ മുടക്കുന്നു, 2 കോടി രൂപ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുടക്കുന്നു. അങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അതിന്റെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഈ പുതിയ പ്രവണത, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പ്രവണതയുടെ ചില വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാകും. അതുണ്ടല്ലോ, നാഷണൽ ക്വാളിറ്റി അഷുറൻസിന്റെ ഭാഗമായിട്ട് ഇന്നലെ വീണ ജോർജ് പറഞ്ഞല്ലോ 11 തരത്തിലുള്ള പുതിയ അംഗീകാരങ്ങൾ കിട്ടിയതിന്റെ ഒരു ചരിത്രം പറഞ്ഞല്ലോ. NQACയുടെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ്, അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഡോക്ടർ ഹാരിസിന്റെ പോലുള്ള പ്രശ്നങ്ങൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല. ഹാരിസിന്റെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു, അതിൽ തർക്കമൊന്നുമില്ല. ഞാൻ ആദ്യമായി നിലപാട് പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്തല്ല വായിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ആ കണക്ക് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ കണക്ക് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം അതുകൊണ്ടാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത തെങ്ങുംപള്ളി, ആഗോള ഭീമന്മാർ ചിലരെ വിലക്കെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വേറെ വിഷയം, ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മറ്റൊരു വിഷയം. അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട എന്നതാണ് CPM സഹയാത്രികനായ M ജയചന്ദ്രൻ പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകുമോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, നോക്കൂ, ഏതാണ്ട് 2 വർഷക്കാലം മുമ്പാണ് UP-യിൽ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തന്നെ ജില്ലയിൽ ഡോക്ടർ ഹഫീൽ ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇവർ നേരത്തെ പറഞ്ഞ ചട്ടക്കൂടുണ്ടല്ലോ, ആ ചട്ടക്കൂടിന് വെളിയിൽ വന്നുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയുന്നത്. 63 കുട്ടികളുടെ ജീവൻ എടുത്തത് സിസ്റ്റമാണ്. ആ വാക്ക് പ്രത്യേകം നോക്കണം, സിസ്റ്റമാണ് എന്ന് പറയുന്നത്. അന്ന് CPM, DYFI, SFI അടക്കമുള്ള എല്ലാ സംഘടനകളും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് അവിടുത്തെ ജനമനസാക്ഷിയോട് ഒപ്പം ചേർന്നുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ ഒന്നാമൻ അത് യോഗി ആദിത്യനാഥാണ് എന്ന് പറയുകയും സമരം ചെയ്യുകയും ചെയ്തു. നമ്മൾ ഹഫീൽ ഖാന്റെ കൂടെ നിന്നു. ആ മനുഷ്യന്റെ പേരിൽ 6 FIR ഇട്ട് കൊടുത്ത സർക്കാർ. പിന്നീട് അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു, 1ാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു, 4ാമത്തെ ദിവസം ഡിസ്മിസ് ചെയ്തു. 6 FIR ഇട്ടു, ജയിലിലിട്ടു. അങ്ങനെ വലിയ രീതിയിൽ ആ മനുഷ്യനെ ആര് വേട്ടയാടി? UP-യിലെ BJP ഗവൺമെന്റ് വേട്ടയാടി. ഇപ്പോൾ ഹഫീൽ ഖാന് പകരം ഇവിടെ ഒരു ഹാരിസ് വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് CPM-ന്റെ നിലപാട്? ഹഫീൽ ഖാൻ ആണെങ്കിൽ ആഹാ കൈയടിക്കാം, അടിപൊളിയാണ്, സമരങ്ങൾക്ക് വേദി കൊടുക്കാം, സൂപ്പർ പരിപാടിയാണ്. പക്ഷേ ഹാരിസ് ആയാൽ ഓഹോ അത് വേണ്ട, ആ പണി വേണ്ട, നിങ്ങൾ അവിടെ വിമർശിച്ചോളൂ, എതിർ പാർട്ടിയുടെ സർക്കാരുകളെ വിമർശിച്ചോളൂ, നമ്മുടെ സർക്കാരിന് നേരെ വിമർശനം വേണ്ട. ശ്രീ എം ജെ വളരെ കാര്യമായി എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. MJ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകർ പറയുകയാണ്, ഏത് ചില ചട്ടക്കൂടുകളുണ്ട്, സർവീസ് ചട്ടങ്ങളുണ്ട്, അതിന് വെളിയിൽ വന്ന് പറയാൻ പാടില്ല കേട്ടോ. MJ, കുറുക്കല്ലെന്ന് ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ പണ്ട് പറഞ്ഞില്ലേ, ഉപ്പ്, അത് കുറുക്കിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്.
അതുപോലെ എത്രയെത്രയോ സമരങ്ങൾ CPM-ഉം ഇടതുപക്ഷവും ഏറ്റെടുത്ത സമരങ്ങളിൽ ഒന്നിലെങ്കിലും ചട്ടത്തിന് അനുസരിച്ച് സമരം നടന്നിട്ടുണ്ടോ? എന്റെ പേരിൽ സമരങ്ങളുടെ പേരിൽ വിവിധ കേസുകളുണ്ട്. PDPP-ക്കാണ് വകുപ്പ്. അതായത് അവിടെ അവർ പോലീസ് ബാരിക്കേഡ് വെക്കും, അത് തകർക്കരുത്, അതിന് മുകളിലേക്ക് ചാടി കയറരുത് എന്ന് പറയും. നമ്മൾ ചാടി കയറിയാൽ PDPP വകുപ്പിടും. നമ്മൾ എന്തുകൊണ്ട് ചാടി കയറുന്നത്? അത് ഈ സിസ്റ്റത്തിനെതിരായ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നടത്തണമെങ്കിൽ ചട്ടക്കൂടിന് വെളിയിൽ വന്നേ മതിയാവൂ. അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ്, ഒരു പോരാളിയാണ്, ഒരു സമര നേതാവാണ് ആര്? ഈ ഡോക്ടർ ഹാരിസ്. ഇനി ഒരു കാര്യം, രേണു ഒരുപാട് തവണ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും MJ വഴങ്ങി തന്നില്ല. അദ്ദേഹത്തിന്റെ മാധ്യമരംഗത്തെ പ്രാവീണ്യം കൊണ്ട് അദ്ദേഹം അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. പക്ഷെ MJ എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? അതായത് നമ്മുടെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ പറഞ്ഞത്, ഇവിടെ ചിലവരുടെ പണം മേടിച്ചുകൊണ്ട്, അതായത് ആഗോള ഭീമന്മാരുടെ അനുചരന്മാരായി ചട്ടുകങ്ങളായി ചിലർ പ്രവർത്തിക്കുന്നു. ആരാണ് പ്രവർത്തിക്കുന്നത്? മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ലൈം ലൈറ്റിലുള്ള വിഷയം ഡോക്ടർ ഹാരിസിന്റേതാണ്. സ്വാഭാവികമായും ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട പ്രതികരണമാണത് എന്നാണ് ചേർത്ത് വായിക്കുക. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ആഗോള ഫീമിന്റെ പൈസ കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തെറ്റിദ്ധാരണ മൂലമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നല്ല, തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ MJയെ പറ്റി തെറ്റിദ്ധാരണ മൂലം ഒരെണ്ണം പറയുന്നതും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതും രണ്ടാണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സംസാരിച്ചു എന്നാണ് ഡോക്ടർ ഹാരിസിന് നേരെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, നേരത്തെ MJ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു, പണ്ടത്തെ കാലമല്ല, ഏത് ഉമ്മൻചാണ്ടി കാലമല്ല, ഈ കാലത്ത് ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവും, അതിനെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതി ഉണ്ടാവും. നല്ല കാര്യം. നിങ്ങളുടെ സർക്കാർ ഈ ആരോപണം വന്നതിന്റെ 3-ാമത്തെ ദിവസം ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നു. എന്താണ് ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടോ. ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം ശരിയാണ്. അതിനോടൊപ്പം തന്നെ 2 വാക്കുകൾ. ഒന്ന്, ചട്ടം ലംഘിച്ചു. ചട്ടം ലംഘിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പൊതുമധ്യത്തിൽ സിസ്റ്റത്തിനുള്ളിലെ പോരായ്മകൾ വിളിച്ചു പറയാൻ പാടില്ല. അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. രണ്ടാമത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം, ഇവിടെ ചില സാധനങ്ങൾ കാണാനുണ്ട്, ഇവിടെ കുപ്പി കാണാനുണ്ട്, മറ്റേ സിറിഞ്ച് കാണാനുണ്ട്, സിറിഞ്ചിന്റെ തുമ്പത്തെ സൂചി കാണാനുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തണമെന്ന് ആ റിപ്പോർട്ടിന്റെ അവസാനത്തെ വരികൾ വായിച്ചെന്ന് തന്നെ നേരത്തെ പ്രിയപ്പെട്ട രേണു പറഞ്ഞതുപോലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി, നിങ്ങൾ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള പണിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ MJ, ഈ റിപ്പോർട്ടിന്റെ അവസാനത്തെ 2 ലൈനിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ദ്രുതഗതിയിൽ നടപടിയെടുത്തു. ഏത്? ഒന്ന്, കാണാനില്ലാത്ത സാധനത്തിന്റെ പേരിൽ അന്വേഷണം നടത്താൻ പറഞ്ഞു വിട്ടു, എന്നിട്ട് വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത 2 പേരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചു. നല്ല കാര്യം. രണ്ടാമത്, ചട്ടത്തിന് വെളിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചട്ടക്കൂട്ടി കയറ്റാനുള്ള പരിപാടി നിങ്ങൾ അതും ചെയ്തു. പക്ഷെ ആ റിപ്പോർട്ടിന്റെ 2-3 പേജുകളിൽ വളരെ കൃത്യമായി, വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്ത്? ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണ്, ഇവിടെ മെഡിസിൻ വാങ്ങാൻ വൈകുന്നുണ്ട്, മെഡിസിനും ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഡർ വൈകുന്നുണ്ട്, അതിന്റെ പുറത്ത് അവിടെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായി വരുന്ന മെഷീനുകൾ ആവശ്യമുള്ള സമയത്ത് കിട്ടുന്നില്ല. ഇന്ന് ഓക്സിജൻ ആണെങ്കിൽ നാളെ കൊടുത്താൽ മതിയോ? അപ്പോ കിട്ടുന്നില്ല. ആയുധമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ മന്ത്രി സ്വീകരിച്ചത് എന്നത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡോക്ടർ ഒരു കാര്യം കൂടി. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് കേട്ടു, ഞാനത് അദ്ദേഹത്തിന്റെ തന്നെ ബൈറ്റ് കേൾക്കുകയായിരുന്നു. മന്ത്രി വന്ന് കണ്ടു, നല്ല കാര്യം. മന്ത്രി എല്ലാരെയും പോയി കാണുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വയറ്റിൽ കത്രിക വെച്ച് ഓപ്പറേഷൻ ചെയ്തു. ആ സമരപന്തലിൽ 3 തവണ പോയി മന്ത്രി. അവരുടെ സമരപന്തലിൽ 3 തവണ പോയി, ഒരു ആക്ഷനും ഉണ്ടായില്ല. മന്ത്രി പോയി, മന്ത്രിക്ക് വണ്ടിയുണ്ട്, സർക്കാരിന്റെ പെട്രോൾ ഉണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട്, അവര് പോയി. പക്ഷെ അവിടെ ചെന്ന് അവരെന്താ പറഞ്ഞത്? ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ആരോപണങ്ങൾ അവരെ വേദനിപ്പിച്ചു. അത്രേ, അവരെ വേദനിപ്പിക്കണം. ആ വേദനിപ്പിച്ചതിന്റെ പരിഭവം ഡോക്ടർ ഹാരിസിനോടല്ല അവർ പറയുന്നത്. നോക്കൂ, എന്റെ കീഴെയുള്ള ഒരു സിസ്റ്റം അത് തകർന്നല്ലോ എന്നതോർത്ത് അവർ പശ്ചാത്തപിക്കണം, അത് കറക്ഷൻ ചെയ്യാൻ അവർ നടപടി സ്വീകരിക്കണം. മറിച്ച് അവർ ഹാരിസിനോട് പോയി പരിഭവം പറഞ്ഞത് ഏത്? നിങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച് എന്നെ വിഷമിപ്പിച്ചു, അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് അവരോട് മാപ്പ് പറയാൻ നിർബന്ധിതനായി, ധാർമ്മികപരമായി അദ്ദേഹത്തെ ആ കളത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, യുപിയിൽ ഡോക്ടർ ഹഫീൽ ഖാനെ എങ്ങനെയാണോ വേട്ടയാടിയത് അങ്ങനെ വേട്ടയാടാനാണ്. പക്ഷെ ഇവിടുത്തെ ജനാധിപത്യ സമൂഹം, രേണു അടക്കമുള്ള ന്യൂസ് 18 അടക്കമുള്ള മാധ്യമ സമൂഹം, ഞങ്ങളടക്കമുള്ള പ്രതിപക്ഷ സമൂഹം വിജിലന്റ് ആയിരുന്നത് കൊണ്ട് ആ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോ നമ്മൾ ഇതിന്റെ പല ഘട്ടങ്ങൾ കണ്ടതാണ്. ആദ്യം മികച്ച ഡോക്ടർ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ ശ്രമം നടത്തുന്നു. അപ്പോഴൊക്കെയും
മാധ്യമ ഇടപെടലും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങളുമാണ് മാറി ചിന്തിക്കാനുള്ള പ്രേരണയായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി കുറ്റക്കാരനെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമവും നടത്തി. മന്ത്രി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വരുത്താനുള്ള ശ്രമം നടത്തി. അതും അതിരൂക്ഷമായി വിമർശന വിധേയമായി അത് പൊളിഞ്ഞടുങ്ങുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം എല്ലാം സമവായമായതിന് പിറ്റേന്ന് മുഖ്യമന്ത്രി പറയുന്നു ചിലർ ആഗോള ഭീമന്മാർ വിലക്കെടുത്തവരായി മാറുന്നു എന്നത് സംശയമുനയിൽ നിർത്തുകയാണ്. ആരോഗ്യമന്ത്രി പറയുന്നു പ്രത്യേക അജണ്ടയോടുകൂടി ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ അങ്ങനെ തകരില്ല എന്ന്. എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും അനുഭവിക്കേണ്ടി വരുമോ ഹാരിസ് ചിറക്കലിന്? ബഹുമാനപ്പെട്ട രേണുക, നമ്മളൊരു ചെറിയ വിഷയമല്ലേ ചർച്ച ചെയ്യുന്നത്. ഒരു ഡോക്ടർ, അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ്, സാധാരണക്കാരായിട്ടുള്ള രോഗികൾ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു. അതാണല്ലോ യാഥാർത്ഥ്യം. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുക, അല്ലെങ്കിൽ അവിടെ എന്താണ് കുറവുള്ളത് അത് വാങ്ങി നൽകുക, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് പകരം ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ഡോക്ടർ ഹാരിസിനെ, അദ്ദേഹം മികച്ച ഡോക്ടറാണ്, അദ്ദേഹത്തെ തള്ളിക്കളയേണ്ടതില്ല എന്നെല്ലാം പറയുന്നു. അതിന്റെ തൊട്ടടുത്ത 24 മണിക്കൂർ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെതിരാകുന്നു, മുഖ്യമന്ത്രി എതിരാകുന്നു, സർക്കാർ സംവിധാനങ്ങൾ എതിരാകുന്നു. സമൂഹ മധ്യത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പൊതുവിഷയമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമാണെന്ന് നമ്മൾ പറയുന്ന, നമ്മൾ സമ്പുഷ്ടമാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല സർജറി നടത്താൻ എന്നുള്ളത് തുറന്നു പറയുന്നു. അത് അംഗീകരിക്കുക, അത് അംഗീകരിച്ച് പരിഹാരം കണ്ടെത്തുക. സർക്കാർ ആദ്യം അതിനാണ് ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവുക. പിന്നീട് അതിലൊരു രാഷ്ട്രീയം കാണുന്നു. അതാണല്ലോ ഇനി പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് ശ്രീ ജയേന്ദ്രൻ അദ്ദേഹം സൂചിപ്പിക്കുമ്പോഴും ആദ്യം അദ്ദേഹം ചില കാര്യങ്ങളെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? ട്രംപിനെ കുറിച്ച് പറയുന്നു, അമേരിക്കയെ കുറിച്ച് പറയുന്നു, ആഗോള ഭീമന്മാരെ കുറിച്ച് പറയുന്നു. നമ്മളൊരു പൊതുവിഷയം ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അത് കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലയിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ആഗോള ഭീമന്മാരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റെതസ്കോപ്പ് വാങ്ങിക്കൊടുത്തില്ല എന്നുള്ള വിഷയം, അതാണല്ലോ ആത്യന്തികമായിട്ടുള്ള വിഷയം. ഒരു സർജറി നടത്താനുള്ള ഒരു പൊതു സാധാരണക്കാരന് സർജറി നടത്തേണ്ട ഒരു ഉപകരണം വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. അതിന് 1 ലക്ഷമാവട്ടെ, 2 ലക്ഷമാവട്ടെ, 10 ലക്ഷമാവട്ടെ, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല സർക്കാർ കാണുന്നത്. സർക്കാർ കാണുന്നത് അതിന് രാഷ്ട്രീയം കണ്ടുകൊണ്ട് അതിനെ ആഗോള ഭീമന്മാരുമായി കൂട്ടിക്കെട്ടുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പനി പിടിച്ചു വരുന്ന, സർജറിക്ക് വരുന്ന, സാധാരണ രോഗത്തിന് ചികിത്സ തേടി വരുന്ന ആളുകളോട് പറയുന്ന രാഷ്ട്രീയമാണോ ഇത്? ഇതിനൊരു രാഷ്ട്രീയം കണ്ടെത്തുകയാണ്. ആ രാഷ്ട്രീയമാണ് ഇവിടെ തുറച്ചു പോയിരിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇവിടെ സാധാരണക്കാരന് വിനയായി മാറിയിരിക്കുന്നത്. ആ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ല എന്നുള്ളത് സമ്മതിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ആ ആശുപത്രിയിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെയല്ലേ ചികിത്സിക്കേണ്ടത്? ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രിമാർ അവിടെയല്ലേ ചികിത്സിക്കേണ്ടത്? അപ്പൊ ആ ആശുപത്രിക്ക് ഒരു എയിംസിന്റെ സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി ആശുപത്രിയെ വിപുലപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കുകയല്ലേ വേണ്ടത്? ആരോഗ്യ മേഖലയെ സമ്പുഷ്ടിപ്പെടുത്താൻ പദ്ധതി ഒരുക്കുകയല്ലേ വേണ്ടത്? മന്ത്രിസഭാ യോഗം കൊടുക്കുമ്പോൾ അവിടേക്ക് ഫണ്ട് അലോട്ട് ചെയ്യല്ലേ വേണ്ടത്? എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം ഉണ്ടല്ലോ, ആ മന്ത്രിസഭാ യോഗത്തിൽ ഫണ്ട് അലോട്ട് ചെയ്യണ്ടേ? അപ്പൊ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി അവിടേക്ക് എന്താണോ സൗകര്യം ഒരുക്കി സാധാരണക്കാരന് ഫെസിലിറ്റി ഒരുക്കേണ്ടത്, ആ ഫെസിലിറ്റി ഒരുക്കാതെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു ഡോക്ടറെ, അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം തുറന്നു പറഞ്ഞില്ലേ, ഞാൻ ഏത് കാലഘട്ടത്തിലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? കൊറോണ കാലഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയില് വിപുലപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നതിന് പകരം സർക്കാർ രാഷ്ട്രീയം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം ഇന്ന് ഡോക്ടർ ഹാരിസ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം വന്നതാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവിഷമത്തെ സംബന്ധിച്ച്, സഹപ്രവർത്തകർ അദ്ദേഹത്തോട് കാണിച്ച രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചല്ല. ഒരു കാര്യം കൂടി രേണുക പൊതുസമൂഹം കാണേണ്ടത്, ആ ഡോക്ടറെ ഇന്ന് ഒറ്റപ്പെടുത്തുക മാത്രമല്ല, ആ കളവ്
അതിന് പച്ചക്കള്ളം. കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയല്ലോ. DME അടക്കമുള്ള ആളുകൾ അവരെ ഫോണിലൂടെ ഡയറക്ട് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. എന്തായിരുന്നു ഉദ്ദേശശുദ്ധി? എന്തായിരുന്നു യാഥാർത്ഥ്യം? അവർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ ഉണ്ടാകും. എന്താ ഇതിന്റെയൊക്കെ സാങ്കത്യം? സ്വാഭാവികമായും ആ ഹോസ്പിറ്റലിൽ എന്തായാലും അതിനുള്ള നല്ല പ്രതിഫലം അദ്ദേഹത്തിനെ തേടിയെത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ അതാണ് അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള പ്രതിഫലം തേടിയെത്തുന്നു. ഉടനെ തന്നെ സ്ഥാനക്കയറ്റം നടക്കുന്നു, സ്ഥിര നിയമനം നൽകുന്നു, എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? ഫെസിലിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഡോക്ടറെ ക്രൂശിൽ കയറ്റിക്കൊണ്ട് അതുണ്ട് എന്ന് കള്ളം പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ കള്ളക്കരത്തിൽ കൂട്ടുനിൽക്കുന്ന ഒരാളെ, ഉദാഹരണത്തിന് നോക്കൂ, അവിടെ പൂട്ട് പൊളിച്ച കാര്യത്തെ കുറിച്ച് പറയുന്നു, പൂട്ട് തുറന്നില്ല എന്ന് പറയുന്നു, 2 തവണ പരിശോധിച്ചു എന്ന് പറയുന്നു, അതല്ല 3 തവണ പരിശോധിച്ചു എന്ന് പറയുന്നു. ഈ തരത്തിൽ നമ്മുടെ സാധാരണ മലയാളികൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള വങ്കത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എന്ന് പറഞ്ഞാൽ ഈ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തണ്ടേ? ഇതിനെയാണോ നമ്മൾ പുകഴ്ത്തിപ്പാടേണ്ടത്? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ SS ലാൽ, ഇവിടെ ഇപ്പോൾ KGM-CTA-ക്കും ഇപ്പോഴത്തെ നടപടികളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അനുവാദമില്ലാതെ വാർത്താ സമ്മേളനം നടത്തിയ 2 ഡോക്ടർമാരുണ്ട്. ഒപ്പം തന്നെ അവരെ മുകളിൽ നിന്ന് നിയന്ത്രിച്ച ഡോക്ടറുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് KGM-CTA അവരെ നീക്കി എന്നുള്ളത് ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചെയ്തത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അതേ ചട്ടലംഘനം നടത്തിയവർ അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചവർ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ഹാരിസിനെ ഇപ്പോഴും സംശയ നിഴലിൽ നിർത്തുകയും ചെയ്യുകയാണോ? മുഖ്യമന്ത്രി ഇന്ന് ആഗോള ഭീമന്മാരുടെ പങ്കു പറ്റുന്ന ചിലരെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അജണ്ടകളോട് പ്രവർത്തിച്ച് ആരോഗ്യമേഖലയെ തകർക്കുന്നവരെക്കുറിച്ച് ആരോഗ്യമന്ത്രി പറയുന്നു. ഒരു വിസിൽ ബ്ലോവറായ ഹാരിസിന് ഇനിയുള്ള അവസ്ഥ, അദ്ദേഹത്തിന്റെ ഭാവി, അത് സംബന്ധിച്ച് താങ്കൾക്ക് ആശങ്കയുണ്ടോ? ഇത് തുടക്കത്തില് പറയേണ്ടത്, ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആഗോള ഭീമന്മാര് കേരളത്തിലെ ആരോഗ്യമേഖല പൊതുമേഖലയെ തകർക്കുന്നുവെന്ന്. അതിൽ 1-ാം നമ്പർ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ മെഡിക്കൽ കോളേജുകൾക്ക് കേരളത്തിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് നേരെ കൊഞ്ഞനം കുത്തിയിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്. അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാനുള്ള അവകാശമുണ്ട്, വ്യക്തിപരമായിട്ടും പിന്നെ സർക്കാർ സൗകര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദന് പോലും കിടത്താൻ പറ്റാത്ത പരുവാണെന്നും കൂടെ അദ്ദേഹം കാണിച്ചിട്ടാണ് പോയത്. അപ്പൊ അത് വ്യക്തിപരമായിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ചികിത്സകൾ എടുക്കാം. പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം. ഇവിടെ എല്ലാം ഭദ്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാം ഭദ്രമായിരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം. കാരണം ഞാനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്ത് താമസിക്കുന്ന ആളാണ്. ഇത് അത്യാവശ്യം അവിടെ പോകേണ്ട ആളാണ്. പക്ഷെ ഇല്ലായ്മകളെ മുഴുവൻ മൂടി വെച്ചിട്ട്, പരാജയങ്ങളെ മുഴുവൻ മൂടി വെച്ചിട്ട്, പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിട്ട് അവിടെ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരവിടെ പോവാണ്. ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക്, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്ന ഒരാളാണ്. പാവപ്പെട്ടവർക്ക് യാതൊരു നിവൃത്തിയില്ല. ഹാരിസ് വാർത്തകൾ പുറത്തു പറഞ്ഞതുകൊണ്ട്, വിഷയം പുറത്തു പറഞ്ഞുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ചെറിയ പാച്ച് വർക്ക് നടക്കുകയാണ്. ഒരു എഞ്ചിൻ തകരാറായ കാറ്, എഞ്ചിൻ തകർന്നു പോയ കാറാണ്, അത് നന്നാക്കാൻ പറയുമ്പോൾ പുറത്ത് പെയിന്റ് അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്ന രീതിയിലാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. ഒരുപാട് വർഷം നഷ്ടപ്പെട്ടു. ഈ ഗവൺമെന്റ് വന്നിട്ട് തന്നെ 4.25 വർഷമായിപ്പോയി. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ഇവര് എല്ലാം ശരിയെന്ന് പറയുന്നവര് ഇവരാരും മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രികളിൽ പോകില്ല, അവരുടെ ബന്ധുക്കളും പോകില്ല. നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭയന്ന് പലപ്പോഴും പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. അവരുടെ ഡോക്ടർമാർ നല്ലതാണ്, നഴ്സുമാർ നല്ലതാണ്, സ്റ്റാഫ് നല്ലതാണ്. പക്ഷെ അവിടെ യാതൊരു സൗകര്യമില്ല, ഡോക്ടർമാരുടെ എണ്ണമില്ല. കാർഡിയോളജി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജിയിൽ ദിവസം 700 OP ആണ്. പേര് ചോദിക്കാൻ നേരം കിട്ടില്ല. 2 ഡോക്ടർമാർ 700 പേരെ നോക്കിയാൽ. അപ്പൊ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി. പിന്നെ ഈ ഹാരിസിന്റെ പ്രശ്നം, അത് വഷളാക്കിയത് സർക്കാരാണ്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ട്, ഇപ്പൊ തൂമ്പ കൊണ്ടല്ല JCB കൊണ്ടൊന്നും എടുക്കേണ്ട അവസ്ഥയാക്കി കാണിച്ചു. എന്തൊരു വൃത്തികേടാണ് കാണിച്ചത്. ഒരു മനുഷ്യനോട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ഗവൺമെന്റ് കാണിച്ച നീതികേടുകൾക്കാണ്, അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതേ ഹാരിസ് അതിന്റെ തലയാഴ്ച രാഷ്ട്രീയ വിഷയം ഫേസ്ബുക്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ ധാർമ്മിക വിജയമോ മറ്റ് പലതരത്തിൽ രാഷ്ട്രീയ വിജയമോ ഒക്കെ ഇടതു മുന്നണിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സർക്കാർ വിരുദ്ധമല്ലേ? സർക്കാർ ആ ചട്ടം ശരിയാണോ? അപ്പൊ സർക്കാരിനെ കൈയടിച്ചാൽ, പ്രശംസിച്ചാൽ നല്ല കാര്യം. സർക്കാരിന്റെ ഒരു പരാജയം ചൂണ്ടിക്കാണിച്ചാൽ അപകടം. ഇത് CPM ബന്ധമുള്ള ഡോക്ടറാണ്, ആലോചിച്ച് നോക്കണം.
മറ്റൊരുത്തരായിരുന്നെങ്കിൽ ഇവർ എവിടെ എന്തെല്ലാം കേസിൽ പെടുത്തിക്കളഞ്ഞേനെ. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഒരുപാട് പേര് ഈ സർക്കാർ സർവീസ് വിടുന്നതും പ്രൈവറ്റിലേക്ക് പോയിക്കളെ രാജ്യം വിടുന്നത് ഈ സർക്കാരിന്റെ ക്രൂര നടപടികൾ കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇഷ്ടപ്പെടാത്ത ഒന്നും മന്ത്രി പോലില്ല, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെയാണ് അവർ ട്രാൻസ്ഫർ ചെയ്ത് കളയുന്നത് എവിടേക്കെങ്കിലും ഒക്കെ. ഭയന്നാണ്. ഞാൻ അവിടേക്ക് അതുവഴി ഞാൻ എത്താൻ ആഗ്രഹിക്കുന്ന വിഷയം KGM-CT ആണ്. KGM-CT വലിയ മഹാരഥന്മാർ നയിച്ചിരുന്ന സംഘടനയാണ്. ഇപ്പോഴും അതിന്റെ തലപ്പത്തൊക്കെ ഉള്ളതും ഒക്കെ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ്. പക്ഷെ ആ സംഘടനയെ നിർവീര്യമാക്കി കളഞ്ഞു. അതിനകത്ത് ഗവൺമെന്റ് ഇടപെടലുണ്ട്. ഇപ്പൊ ഇന്ന് തുടങ്ങിയതല്ല, 2 ദിവസമായിട്ടല്ല, കുറെ ദിവസമായിട്ട് KGM-CTക്ക് അകത്തും തർക്കങ്ങളുണ്ട്. ഒരുപാട് അഭിമാനമുള്ള ഡോക്ടർമാരുണ്ട്, അഭിമാനത്തെ വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഡോക്ടർമാരുണ്ട്. ഇതൊക്കെ വളരെ സമര പാരമ്പര്യമുള്ള സംഘടനയാണ്. സർക്കാരുകൾ പാർട്ടി നോക്കാതെ ഏത് സർക്കാർ തെറ്റായ നയങ്ങൾ സ്വീകരിച്ചാലും പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഏത് നടപടി സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് KGM-CT. അതിനകത്ത് ഒരുപാട് പേര് അസംതൃപ്തരാണ്. സർക്കാരിന്റെ തണലിൽ ചില സൗജന്യങ്ങൾ കിട്ടുന്നവരൊക്കെ ചിലപ്പോൾ അതിനകത്തൊക്കെ പെട്ടുപോയിട്ടാവും. അത് ഒരു സംഘടനയ്ക്ക് എന്നല്ല, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് പോലും അത് ദോഷമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവരൊക്കെ എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ്, എന്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നവരാണ്. അവരിങ്ങനത്തെ മനുഷ്യരല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അവർ ശാസ്ത്ര വിദഗ്ധരാണ്, സാങ്കേതിക വിദഗ്ധരാണ്. പക്ഷെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് രാഷ്ട്രീയമാണ്. ഇവിടുത്തെ ഭരണാധികാരികളാണ്, മന്ത്രി ആഫീസാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട് അവർക്ക് ഈ ഒരുപാട് പേര് ആക്ഷേപിക്കുന്ന ആ ലെവലിലേക്ക് ഇവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും DMA ഒക്കെ എത്തപ്പെടുന്നത് മനപ്രയാസമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവർ അങ്ങനത്തെ മനുഷ്യരല്ല. പക്ഷേ ഇവർക്ക് ഈ അധികാര സ്ഥാനങ്ങൾ എത്തിപ്പെടുമ്പോൾ ഇവരെ ഭയപ്പെടുത്തുകയാണ്. ഒരുപാട് സർക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്, വലിയ ശക്തന്മാരായ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്, ശക്തന്മാരായ ആരോഗ്യമന്ത്രിമാർ ഇവിടെ നേതൃത്വം നൽകി ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ഭീതി ഇവിടെ പടർന്നിട്ടുണ്ട് ആരോഗ്യരംഗം മുഴുവൻ. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവരും നാണം കെട്ട രീതിയിൽ ഇവർക്കൊക്കെ പലപ്പോഴും സർക്കാരിന്റെ നടപടികൾ ഡോക്ടർമാർക്ക് ഒരു നടപടികൾ ചെയ്യുന്നതായിട്ട് പൊതുജനത്തിന് മുന്നിൽ ധാരണ ഉണ്ടാക്കുന്നത്. വളരെ ദയനീയമാണ് ഈ അവസ്ഥ. ശരി, എന്തായാലും KGM-CT ഉൾപ്പെടെ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഒന്നും പറയുന്നില്ല എന്നതാണ് ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നു. ഇന്ന് നമുക്കൊപ്പം ചർച്ചയിൽ ഒരു പ്രതിനിധി പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഒഴിവാകുന്നു എന്നതാണ് പറഞ്ഞത്. ആ സംഘടനയ്ക്കുള്ളിൽ ചില ഭിന്നിപ്പുണ്ട്, തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർ ഇനിയുമുണ്ട്. പക്ഷേ അവരുടെ വായ ആരൊക്കെയോ മൂടിക്കെട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. അതിഥികൾ ദയവായി തുടരുക. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ M. ജയചന്ദ്രൻ, നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉള്ള നേട്ടങ്ങൾ അത് കാലാകാലങ്ങളായി ഭരിച്ച എല്ലാ സർക്കാരുകൾക്കുമൊക്കെ അവകാശപ്പെട്ടതാണ്. അതിൽ കുറച്ചുകൂടി മെച്ചമായി ഇപ്പോൾ തുടർ ഭരണം കിട്ടിയ അവസരത്തിൽ ഉറപ്പുവരുത്താൻ, ആരോഗ്യ മേഖലയിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള അവകാശവാദമാകാം. പക്ഷേ നോക്കൂ, ഇവിടെ ഇപ്പോൾ സിസ്റ്റത്തിൽ ഇറർ സംഭവിക്കുക എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തിരുത്തിപ്പോവുക തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ സിസ്റ്റവും പ്രവർത്തിക്കുക. അപ്പോൾ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രമേൽ എത്തിച്ചു. അവസാനം ആരോഗ്യമന്ത്രി ചെന്ന് സമവായ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിലായിരുന്നു. അദ്ദേഹത്തിന് അവിടെ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ചികിത്സ ഒരാഴ്ച നീണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സർവീസിൽ അത്രയും വലിയൊരു അവധി അദ്ദേഹം എടുത്തിരുന്നില്ല എന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ കടന്നുപോയ മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് മനസ്സിലാകും. അതിനുശേഷവും ഇപ്പോഴും സമവായത്തിനെന്ന് പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും വേട്ടയാടൽ തുടരുന്നു എന്ന് വേണ്ടേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഭീഷണി സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാകേണ്ടത്? ആഗോള ഭീമന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അവരാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് മനസമാധാനമായി ജോലി ചെയ്യാൻ പറ്റുക? ശ്രീ M. ജയചന്ദ്രൻ, വീണ്ടും പിന്നെ അതിലേക്ക് തന്നെയാണല്ലോ ബോധപൂർവം കൊണ്ടുവരുന്നത് ആഗോള ഭീമന്മാർ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് സംബന്ധിച്ച് പറഞ്ഞപ്പോ വസന്ത് പ്രതികരിച്ചു, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു, ഞാൻ ട്രംപിന്റെ കാര്യം പറഞ്ഞു, ഈ ഹാരിസിന്റെ കാര്യം പറഞ്ഞു, എന്തിനാ അതിലേക്കൊക്കെ പോകുന്നത്? ശ്രീ കൃഷ്ണദാസ്, ഞാൻ ട്രംപിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ട്രംപ് എന്ന പേരെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ആദ്യം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മേഖലയായി വിശദമായി പഠിച്ചിട്ട് എഴുതിയ ഒരു ലേഖനം ഒരു പത്രത്തിന്റെ എഡിറ്റേജിലാണ് 7-ാം തീയതി പ്രസിദ്ധീകരിച്ചു വന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ആ ലേഖനത്തിന്റെ ഇമ്പാക്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്തെ ഉള്ളടക്കങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വസന്തിനോട് എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. എന്റെ
പിന്നെ ബോധ്യം അതാണ്. അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊക്കെ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഹാരിസിലേക്കാണ്. ആയിക്കോളൂ, അത് നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ ഇപ്പോ ഡോക്ടർ ശശിലാൽ ചോദിച്ചില്ലേ, ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹം പിന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ ചില കാര്യങ്ങൾ ഇടപെട്ട് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, മറ്റു പല കാര്യങ്ങളും പറഞ്ഞതിലേക്ക് ഞാൻ പോകുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചികിത്സ കാര്യമാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ട് ഇവിടെ ചികിത്സിക്കുന്നില്ല? അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സ്ഥാനാർത്ഥിയുമായിരുന്നു. ഒന്നുമല്ല എന്റെ വിഷയം. അദ്ദേഹം അത് പറയുമ്പോൾ ചില കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ബോധപൂർവം അങ്ങ് പിന്നെ അവഗണിക്കുന്നത്, ബോധപൂർവം മറക്കുക എന്ന് ഞാൻ പറയില്ല, ബോധപൂർവം അദ്ദേഹം അവഗണിക്കുന്നത്. AK ആന്റണി എവിടെയാണ് ചികിത്സിച്ചത്? ജി കാർത്തികേയൻ എവിടെയാണ് ചികിത്സിച്ചത്? സോണിയാഗാന്ധി ഇപ്പോഴും ചികിത്സ തേടുന്നത് എവിടെയാണ്? കോൺഗ്രസുകാരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൃഷ്ണദാസ് ആ ഭാഗം ഉന്നയിക്കാത്തതുകൊണ്ടാണ് ഞാൻ BJP നേതാക്കളുടെ കാര്യം പറയാത്തത് കേട്ടോ. പിന്നെ അപ്പൊ ഇത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ AK ആന്റണിയും GKയും സോണിയാഗാന്ധിയും ഒക്കെ സ്വയം അവരുടെ പേഴ്സണൽ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് മയോ ക്ലിനിക്കിൽ ചികിത്സിക്കണം കേട്ടോ, അതിനുള്ള ഏർപ്പാടുകൾ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോവുകയാണോ ചെയ്യുന്നത്? അതൊന്നും അല്ല ശ്രീ M. ജയചന്ദ്രൻ, നമ്മളുടെ ചർച്ചാ വിഷയം അതൊന്നുമല്ല. മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഏതോ പ്രമുഖനായ വ്യവസായി ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ആളുകൾ പിശുക്കൻ എന്ന് പറയുമോ? അദ്ദേഹം ഇപ്പോൾ 2 or 3 ഇടത്തായി ഈ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ നമ്മളുടെ വിഷയം അതൊന്നുമല്ല. കാശുള്ളവർ അല്ലെങ്കിൽ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച്, വ്യക്തി താല്പര്യം അനുസരിച്ച് എവിടെ വേണമെങ്കിലും ചികിത്സിച്ചോട്ടെ. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇവിടുത്തെ ആശുപത്രികളിലല്ലേ വന്ന് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ ബുദ്ധിമുട്ടാണല്ലോ ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. അല്ല, നിങ്ങളുടെ വിഷയം അതല്ലായിരിക്കാം. പക്ഷേ ഡോക്ടർ ലാലിനെ പോലെ ഇവിടെ നിന്ന് ചർച്ചയിലിരുന്നത് പറഞ്ഞിട്ട് ഞാൻ അതിനെ പ്രതികരിക്കുമ്പോൾ അതല്ല നമ്മുടെ വിഷയം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് അത്രേ ഉള്ളൂ കാര്യം. വേറെ ഒരു കാര്യവുമില്ല. ശ്രീ M. ജയചന്ദ്രൻ, അദ്ദേഹം മുഖ്യമന്ത്രി എവിടെ ചികിത്സിച്ചാലും നമുക്ക് പ്രശ്നമില്ല. അല്ല, ഞാൻ പറയട്ടെ എനിക്ക് പറയാനുള്ള അവകാശമില്ല. ഞാൻ വെറുതെ കയറി അങ്ങോട്ട് വന്നതല്ലോ, നിങ്ങളെ വിളിച്ചിട്ട് വന്നതല്ലേ. അപ്പൊ ഡോക്ടർ ലാലിന് എന്തും പറയാം, എനിക്കത് പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ പ്രതികരിച്ച അതല്ല നമ്മുടെ വിഷയം. താങ്കൾ അതിൽ വിശദമായി കടന്നു പോയതുകൊണ്ടാണ്. താങ്കൾ ആദ്യം ഒരു ഒറ്റവാക്കിൽ അതൊരു എത്ര നേതാക്കളുടെ ചികിത്സയെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം വീണ്ടും വിശദമായി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു വാക്കിൽ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് പറയാനില്ല. ഞാൻ അവര് പറയുന്നത് കേട്ടോണ്ടിരുന്നോളാം. വസന്ത് പറഞ്ഞോട്ടെ, കൃഷ്ണദാസ് പറഞ്ഞോട്ടെ, താങ്കളും പറഞ്ഞോളൂ. നമ്മളുടെ വിഷയത്തിലേക്ക് വരൂ. ഞാൻ ആ സമയപരിമിതി താങ്കളെ ഓർമ്മപ്പെടുത്തിയതാണ് ശ്രീ M. ജയചന്ദ്രൻ. അല്ല, എനിക്ക് സമയബോധം ഇല്ലാതിരിക്കുന്നതാണല്ലോ. ഞാൻ ചർച്ച ചെയ്യുന്നില്ലെന്നേ. ഞാൻ അവര് പറയുന്നത് കേട്ടോണ്ടിരുന്നോളാം. ഞാൻ കൈയും കെട്ടിയിരിക്കുന്നു. ഞാൻ ഇനി പ്രതികരിക്കുന്നില്ല. അതാണ് നല്ലത്. ശ്രീ ജയചന്ദ്രൻ, സമയം പോകുന്നു, പറഞ്ഞോളൂ. ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മലയാളത്തിലല്ല ഞാൻ പറഞ്ഞത്. വസന്തും പറയട്ടെ, കൃഷ്ണദാസും പറയട്ടെ, താങ്കളും പറഞ്ഞോളൂ. ഞാൻ കേട്ടോണ്ട് വിടുന്നോളാം. ഞാൻ പ്രതികരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ചികിത്സ അത് ചർച്ച ചെയ്ത ചാനലുകളുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതല്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മികച്ച ചികിത്സ കിട്ടണം. അദ്ദേഹം സാധ്യമായ എവിടെ പോയി ചികിത്സിക്കുന്നതിലും എതിരഭിപ്രായമുള്ള ആളല്ല ഞാൻ ആ വിഷയം ഇവിടെ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നു പോലുമില്ല. പക്ഷേ ആഗോള ഭീമന്മാർ വിലക്കെടുത്ത മനുഷ്യനാണ് ഹാരിസ് എന്ന മുനവെച്ച വർത്തമാനം അദ്ദേഹം പറഞ്ഞാൽ അത് ചർച്ച ചെയ്യണം. ആ വിഷയത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ആരുടെയും കൽപ്പാവയല്ല, എന്റെ നിലപാടാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മിണ്ടുന്നില്ലെന്നേ. ഈ ചർച്ചയിൽ ഞാൻ ഇനി മിണ്ടില്ല. എന്റെ ശരി, ഞാൻ മറ്റു അതിഥികളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അന്ന് M. സ്വരാജ് നേടിയ വോട്ട് കണക്ക് പറഞ്ഞുകൊണ്ട് അത് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. വർഗീയ ശക്തികൾക്കൊപ്പം നിന്ന് കോൺഗ്രസ് വാങ്ങിച്ച വോട്ടിനേക്കാൾ അഭിമാനിക്കാം തോൽവിയാണെങ്കിലും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹാരിസ്. പക്ഷേ ഇന്നലെ VD സതീശൻ പറയുന്നുണ്ടായിരുന്നു ഒരു മണ്ണ് നുള്ളിയിടാൻ സമ്മതിക്കില്ല, പ്രതിപക്ഷം സംരക്ഷിക്കുമെന്ന്. ഇപ്പോൾ ഇന്നലെ മിണ്ടില്ല എന്ന് പറഞ്ഞ ഹാരിസിന് ഇന്നും വന്ന് സംസാരിക്കേണ്ടി വന്നു. ഒപ്പം വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തവർ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നവർക്ക് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഈ സിസ്റ്റം ഇങ്ങനെ പോയാൽ എന്ത് സംരക്ഷണമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് മറിയ കൂട്ടിച്ചേർത്തി അവർ BJP ചേർന്നു.
ഞങ്ങൾ അവർക്ക് വീട് വെച്ചു കൊടുത്തതാണ്. അവർ ഉയർത്തിയ മുദ്രാവാക്യത്തെ ഏറ്റുപിടിച്ചവരാണ്. അന്ന് ദേശാഭിമാനി 70 വയസ്സ് 80 വയസ്സുള്ള ആ വന്ധ്യവയോധികയുടെ പഴയകാല ചരിത്രം ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതാൻ പോയത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ആന്തൂർ സാജന്റെ ഭാര്യ, അവരെ പറ്റി അവിഹിതം എഴുതി വെച്ചു. അവർക്കും ഞങ്ങൾ പിന്തുണ കൊടുത്തു. അവർ മറ്റു പാർട്ടികളുമായി സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അവർ രാഷ്ട്രീയമായി നമ്മുടെ കൂടെ നിൽക്കുമോ എന്ന് നോക്കിയല്ല. ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം, അത് വിമർശിക്കപ്പെടണം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഉയർത്തുന്ന ആരോപണത്തിനാണ് വില. ഇപ്പൊ നോക്കട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇവർ ശ്രമിച്ച പണി ഹാരിസിനെ കള്ളനാക്കാനാണ്. ഹാരിസ് കള്ളനാണെന്നിരിക്കട്ടെ, ഹാരിസ് അവിടുത്തെ ഈ പറയുന്ന സ്റ്റെതസ്കോപ്പും മറ്റുള്ള സാധനങ്ങളെല്ലാം കട്ടോണ്ട് പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന്റെ വിലയിലെ അത് നിലവിലും വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയല്ലേ. ആ ആരോപണത്തിന് ഉത്തരം പറയേണ്ട ഇവിടുത്തെ സിസ്റ്റം, ആ സിസ്റ്റം ഉത്തരം പറയണ്ടേ? അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സാധിച്ചോ ഉത്തരം പറയാൻ? വിദഗ്ധ സമിതി കൊടുത്ത റിപ്പോർട്ടിന്മേൽ ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ആക്ഷൻ എടുത്തിട്ടില്ല. പാരസിറ്റാമോൾ അടക്കമുള്ള ഗുളികകൾ ഡേറ്റ് കഴിഞ്ഞത് സപ്ലൈ ചെയ്തു എന്ന് സിയാൻഡേജി പറഞ്ഞില്ലേ? അത് നിയമസഭയുടെ മേശപ്പുറത്തില്ലേ? അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നില്ല. എന്ത് നിലപാടാണ് ഇവർ എടുത്തത്? നോക്കൂ, ഈ കപ്പൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ആ മുങ്ങിത്താഴലിന്റെ അവസാന ഭാഗത്താണ് ഇവരുള്ളത്. പിന്നെ ഞങ്ങൾ പറഞ്ഞത്, ഡോക്ടർ ഹാരിസ് ഇന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ മന്ത്രിയോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം മന്ത്രിയോട് എന്തിനാണ് മാപ്പ് പറഞ്ഞത് വ്യക്തിപരമായി എനിക്കൊരു ഇതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് സെന്റിമെന്റ്സ് അടിപ്പിച്ച് ലാസ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് സ്വയം മാപ്പ് പറയിപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ ഉയർത്തിയ നിലപാടുകളോടാണ് നമ്മൾ യോജിപ്പ് പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ നേരത്തെ രേണു പറഞ്ഞതുപോലെ അതിൽ കഴിഞ്ഞ ഗവൺമെന്റുകളുടെ പങ്കുണ്ട്, അതിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിന് പങ്കുണ്ട്, നായനാർ ഗവൺമെന്റിന് പങ്കുണ്ട്. അതൊന്നും ഇവർ പറഞ്ഞില്ല കേട്ടോ. ഇവർക്ക് പിണറായി തൊട്ടുള്ളതേ പങ്കുള്ളൂ. അതിൽ സ്വകാര്യ മേഖലയ്ക്കും പങ്കുണ്ട്. ഇപ്പൊ MJ പറഞ്ഞൊരു വാദം ഞാൻ അംഗീകരിക്കുകയാണ്. അത് ശ്രീ MJ പിണറായിയുടെ കാലത്ത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്തും അച്യുതാനന്ദന്റെ കാലത്തുമൊക്കെ ഈ പ്രൈവറ്റ് കോമ്പറ്റിംഗ് പ്ലേയേഴ്സ് അവർ കളത്തിൽ ഉണ്ടെന്നേ. അവർ ശരിയായ രീതിയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്ന അഭിപ്രായവും എനിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. പക്ഷേ അങ്ങനെ ശരിയല്ലാത്ത രീതിയിൽ ഈ പ്രൈവറ്റ് കോമ്പറ്റീറ്റേഴ്സ് നിലകൊള്ളുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടത്, അതിനെതിരെ നടപടി എടുക്കേണ്ട ആരാണ്? ആ നടപടി എടുക്കേണ്ടത് അതാത് സമയത്തെ സർക്കാരുകളും ആ സർക്കാരിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പും ആ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ ഇന്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങളാണ്. അവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? 2, ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൊണ്ട് ഇപ്പൊ അങ്ങയുടെ തന്നെ വാദം അംഗീകരിച്ചാൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ ശക്തിയുടെ പുറത്ത്, പൈസയുടെ പുറത്ത് ഡോക്ടർ ഹാരിസ് ചട്ടുകമായി പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ആ ആരോപണം ശരിയല്ല എന്ന് തെളിയിച്ചാൽ ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ പണി കൂട്ടില്ലേ? അവർ ഉയർത്തിക്കൊണ്ടുവന്ന നരേഷൻ തകർന്നു തരിപ്പണമാവില്ലേ? ആ പ്രൈവറ്റ് പ്ലേയേഴ്സ് ശരിയല്ല എന്നും ആ ആഗോള കുത്തക ഭീമന്റെ കളിയാണ് ഇതിന് പിന്നിലെന്നും തെളിയിക്കാൻ പറ്റില്ലേ? അതെന്തുകൊണ്ടാണ് ശരി. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ മറുപടി പറഞ്ഞ് പൂർത്തിയാക്കുന്നുണ്ടോ? ഇല്ല, ഞാനിവിടെ നിശബ്ദനായിരിക്കുകയല്ലേ. ശരി. ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇവിടിപ്പോ കഫീൽ ഖാൻ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ ഇവിടെ കോഴിക്കോട് കൊണ്ടുവന്ന് വരെ സ്വീകരിച്ചവരാണ്. പക്ഷേ ഹാരിസ് ചിറക്കൽ ഇനി സ്വസ്ഥമായി ജോലി ചെയ്യും എന്ന് ഉറപ്പുണ്ടോ? അദ്ദേഹത്തിന് മേൽ ഉള്ള നടപടി നീക്കങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നും അദ്ദേഹത്തിന് വിങ്ങിപ്പൊട്ടി തുറന്നു പറച്ചിലുകളോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടി വന്ന സാഹചര്യമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള പഴയ ഹാരിസിനെ ആ മനസ്സോടുകൂടി തിരിച്ചു കിട്ടുമോ കേരളത്തിന്? പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? സാധ്യത കുറവാണ് രേണുക. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അദ്ദേഹം തുടങ്ങിയത് താൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെ ഒരു അസൗകര്യം അല്ലെങ്കിൽ ഒരു വസ്തുക്കളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അതിനെ ആദ്യം സർക്കാർ ഒരു അനുഭാവപൂർവ്വത്തോടു കൂടി കാണുകയും ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് സർക്കാർ ഒരു വൈദ്യനിര്യാതന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് നമ്മൾ പറയില്ലേ, തനിക്കാക്കി വടക്കാക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുക. ഒരു ഡോക്ടറെ പരമാവധി സമൂഹത്തിൽ കുഴപ്പക്കാരനായി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വിമർശനത്തെ, അത് അദ്ദേഹം ഒരു പൊതു വിമർശനം എന്നുള്ള നിലക്കാണ്, അല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു വിമർശനമല്ലല്ലോ അദ്ദേഹം നടത്തിയത്. ഒരു സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ചില അസൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? നമ്മുടെ രാജ്യത്തെ ഏതൊരാൾക്കും അതിനുള്ള അവകാശമില്ലേ? ഇപ്പൊ സർക്കാർ എന്താ കാണുന്നത്? കേരളത്തിലെ പല എൻജിഒ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും
ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലാണ്. അവർ രാഷ്ട്രീയപരമായി സ്ഥലം മാറ്റുന്നു എന്നുള്ളതാണ് അവർ ആരോപണം. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷ സമരത്തിലാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ പോലീസിൽ അത് കണ്ടതാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ഇടതുപക്ഷം ഭരണത്തിലിരിക്കുമ്പോൾ സെല്ലുകൾ രൂപീകരിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസിൽ സെല്ലുണ്ട് എന്നുള്ളത്. ഈ സെല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തങ്ങൾ പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രം ജീവിച്ചാൽ മതി, ചെയ്താൽ മതി, അനുസരിച്ചാൽ മതി എന്നുള്ളൊരു രാഷ്ട്രീയം കൊണ്ടുവരിക. അത് നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിന് ഗുണകരമാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഡോക്ടർ ഹാരിസിനെ പോലുള്ള ഒരാൾ, ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഡോക്ടർ ഹാരിസിനെ പോലുള്ള ഒരാൾ ഉയർത്തിയത് ഒരു പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു പൊതു വിഷയമാണ്. അപ്പൊ സർക്കാർ അതിനെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ സർക്കാർ പരിഹരിക്കുക മാത്രമാണ്. തീർച്ചയായും ഈ വിഷയത്തിന്റെ ആദ്യം മുതൽ തന്നെ അത് പറയുന്നത് അതാണ്. ആ സിസ്റ്റത്തിലെ പ്രശ്നം എന്താണോ ചൂണ്ടിക്കാട്ടിയത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വേട്ടയാടപ്പെടുകയാണ് ഇവിടെ ഹാരിസ് ചിറക്കൽ. ഇനിയെങ്കിലും അതിനൊരറുതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരനെ പോലെ ജീവിച്ച് ജോലി ചെയ്ത മനുഷ്യനാണ്. അത് തുടരാനുള്ള ഒരു അവസരം ഇനിയെങ്കിലും ഉണ്ടാകട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9.